സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ട, ഉണ്ടാകാൻ പലപ്പോഴും നാം പരിശ്രമിച്ചിട്ട് സാധിക്കാതെ പോകുന്ന ഒരു സ്വഭാവ ഗുണത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ആ സ്വഭാവ ഗുണമുള്ളവർക്ക് അള്ളാഹു വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സബ്ർ എന്ന ഗുണമാണ്. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ, തീർച്ചയായും ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് സഹനമുള്ളവനായി ക്ഷമയുള്ളവനായി ജീവിച്ചാൽ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, അത്തരത്തിൽ നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം അള്ളാഹു തീർച്ചയായും പാഴാക്കുകയില്ല എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സബ്റിനുള്ള പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ വാചകം ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് എന്നാണ്. തീർച്ചയായും ക്ഷമ അവലംബിക്കുന്നവർക്ക് തന്നെയാണ് കണക്കില്ലാത്ത പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കുക എന്ന്. ബിഗൈരി ഹിസാബ്, എല്ലാറ്റിനും കണക്കുണ്ട്. പക്ഷേ സബ്റിന് നൽകുന്ന പ്രതിഫലത്തിന് കണക്കില്ല. നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കും അത് എന്ന്. കണക്കില്ലാതെ നാം പിടിച്ചു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് കണക്കില്ലാത്ത പ്രതിഫലം കിട്ടൂ. വിശുദ്ധ ഖുർആൻ 90-ലധികം സ്ഥലങ്ങളിൽ ഈ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചീത്തയാണെന്ന് നാം വിചാരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അകന്നു നിൽക്കണമെങ്കിൽ, നന്മകളാണെന്ന് നാം കണക്കാക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാവണമെങ്കിൽ ഈ സ്വഭാവം കൂടിയേ തീരൂ. പ്രവാചകന്മാരെല്ലാവരും ജീവിതത്തിൽ പിടിച്ച അതിശക്തമായ ഒരു പാശമായിരുന്നു, ഒരു കയറായിരുന്നു ഈ സ്വഭാവം. അവരെ ജീവിതത്തിലേക്ക് നയിച്ചത്, പ്രവാചകത്വത്തിലേക്ക് നയിച്ചത് ഈ സ്വഭാവമായിരുന്നു. وَجَعَلْنَا مِنْهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا لَمَّا صَبَرُوا. അള്ളാഹു തന്നെ പറയുകയാണ്, നമ്മുടെ കൽപ്പനയനുസരിച്ച് സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകാനുള്ള നേതാക്കളായി നാം അവരെ തിരഞ്ഞെടുത്തത് ലമ്മാ സബറു, അവർക്ക് സബ്റുണ്ട് എന്നതുകൊണ്ടാണ്. സബ്റായിരുന്നു പ്രവാചകന്മാരാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്നർത്ഥം. നമുക്കറിയാം പ്രവാചകന്മാരുടെ ചരിത്രം. നൂഹ് നബി മുതൽ യാക്കൂബ് അലൈഹിസ്സലാമിലൂടെ, ഇസ്മായിൽ അലൈഹിസ്സലാമിലൂടെ, അയ്യൂബ് അലൈഹിസ്സലാമിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്കുണ്ടായിരുന്ന സബ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ചായിരുന്നു. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. പൂർണ്ണാരോഗ്യമുള്ള സുന്ദരനായ ഒരു മനുഷ്യനായിരുന്നു അയ്യൂബ് അലൈഹിസ്സലാം. പക്ഷേ ഒരിക്കൽ അദ്ദേഹത്തിനൊരു രോഗം വന്നു. ആ രോഗം അദ്ദേഹത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തി. സമ്പത്തുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്നേഹം തുളുമ്പുന്ന കുടുംബത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. സമ്പത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, കുടുംബം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം സബ്ർ കാണിച്ചു, അസ്വസ്ഥനായില്ല. റബ്ബിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, തനിക്ക് വന്നുപെട്ടിട്ടുള്ള ആ അവസ്ഥയെ തൃപ്തിപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനാകാതെ റബ്ബിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം റബ്ബിനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, അന്നീ മസ്സനിയ ദുർ വഅൻത അർഹമുർ റാഹിമീൻ. റബ്ബിനോട് പറയുകയാണ്,
റബ്ബേ, എനിക്ക് വല്ലാത്ത ദുരിതം വന്നിട്ടുണ്ട്, നിനക്കറിയാം അത്. നീയാണല്ലോ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവർ. അതൊരു വല്ലാത്ത വാക്കാ. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ എങ്ങോട്ട് തിരിയണമെന്ന് കൃത്യമായി അയ്യൂബ് അലൈഹിസ്സലാം നമ്മെ പഠിപ്പിച്ചു. പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് ശാരീരികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, മാനസികമാകട്ടെ, നമ്മൾ തിരിയേണ്ടത് റബ്ബിലേക്കായിരിക്കണം. റബ്ബിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. റബ്ബിനോട് ചോദിച്ചപ്പോൾ റബ്ബ് പറഞ്ഞ മറുപടി ഫസ്തജബ്നാ ലഹു വകശഫ്നാ മാ ബിഹി മിൻ ദുർ. അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി, അദ്ദേഹത്തെ ബാധിച്ചിട്ടുള്ള ആപത്ത് അദ്ദേഹത്തിൽ നിന്ന് നീക്കം ചെയ്തു എന്ന്. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം തിരിച്ചു നൽകി, കുടുംബത്തെ നൽകി, സമ്പത്തുള്ളതിനേക്കാൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ഇരട്ടിയായി നൽകി. എന്നിട്ടതിന് കാരണം അള്ളാഹു പറഞ്ഞത് ഇന്നാ വജദ്നാഹു സാബിറാ നിഅമൽ അബ്ദ് ഇന്നഹു അവ്വാബ്. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായ കാരണം അദ്ദേഹത്തെ നാം സാബിറായി കണ്ടു എന്നതാണ്. നമുക്ക് സാധിക്കേണ്ടത് അതാണ്. എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തിന് ഒരു സർട്ടിഫിക്കറ്റ് നൽകുകയാണ്, നിഅമൽ അബ്ദ്, എത്ര നല്ല അടിമയാണ് അയ്യൂബ്, ഇന്നഹു അവ്വാബ്, അദ്ദേഹം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം കാണിച്ച സബർ വല്ലാത്ത മികച്ചതായിരുന്നു. ആ സബർ കൊണ്ട് തന്നെ അള്ളാഹു അദ്ദേഹത്തിന് വലിയ സഹായം നൽകി. ലോകം അവസാനിക്കുന്നത് വരെ ലോകത്തുള്ള മനുഷ്യർ ഏറ്റവും കൂടുതൽ സ്മരിക്കുകയും പറയുകയും ചെയ്യുന്ന വ്യക്തിയായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അതാണ് ആ സ്വഭാവത്തിന്റെ ഗുണം. എന്ന് മാത്രമല്ല, ആ കഥകളൊക്കെ നമ്മെ പഠിപ്പിച്ച ശേഷം, ആ ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന ശേഷം റബ്ബ് നമ്മോട് പറഞ്ഞു, വലഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ. പകരം ചോദിക്കാൻ, പ്രതികാരം ചോദിക്കാൻ ശക്തിയും കരുത്തുമുണ്ടായാൽ പോലും വലഇൻ സബർതും, നിങ്ങൾക്ക് സബർ കാണിക്കാൻ സാധിക്കുമെങ്കിൽ, സഹനം അവലംബിക്കാൻ കഴിയുമെങ്കിൽ, ഫഹുവ ഖൈറുൽ ലിസ്സാബിരീൻ ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ, അതാണ് ക്ഷമ അവലംബിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മനോഹരമായ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാനും നിങ്ങളുമൊക്കെ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു വന്നവരാണ്. പട്ടിണി കിടന്നവരും ദാഹിച്ചവരും പ്രാരാബ്ധങ്ങൾ പലതും താണ്ടേണ്ടി വന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ അദ്ദേഹം നോക്കിക്കൊണ്ട് പറഞ്ഞ വാചകം നമുക്കും പറയാനാവണം, വജദ്നാ ഖൈറ ഐശിനാ ബിസ്സബ്ർ. നാം അനുഭവിക്കുന്ന ഈ നല്ല ജീവിതം നമുക്ക് ലഭിച്ചത് എങ്ങനെയാ? വജദ്നാ ഖൈറ ഐശിനാ ബിസ്സബ്ർ, സബ്ർ കൊണ്ടല്ലേ, സബ്ർ കൊണ്ടല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇന്നലകൾ ഓരോന്നും ഓരോന്നും ഒന്ന് അയവിറക്കി നോക്കൂ. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, മാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ. ക്ഷമയേക്കാൾ വിശാലമായ ഉത്തമമായ ഒരു ഔദാര്യവും ആർക്കും നൽകപ്പെട്ടിട്ടില്ല. നമുക്ക് കിട്ടിയ ഔദാര്യത്തിൽ പണമല്ല, നമ്മുടെ സമൂഹത്തിലെ പൊസിഷൻസ് അല്ല ഏറ്റവും ഉന്നതമായത്. നമുക്ക് സബറിനുള്ള ശക്തി അള്ളാഹു നൽകി എന്നതാണ് എന്നർത്ഥം. സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ സബറിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത്, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള സബർ നമ്മുടെ ഗ്രേഡുകൾ ഉയർത്തും. അത്തരം ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും ജന്നത്തുമാണ് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. ഇല്ലല്ലദീന സബറു വഅമിലുസ് സാലിഹാത്ത് ഉലൈക ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അത്തരം ആളുകൾക്ക്, സബർ കാണിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയവർക്ക്, ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ, ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ സബർ കാണിച്ചു, അത്തരം ആളുകൾക്ക് മഗ്ഫിറത്തുണ്ട്, പാപമോചനമുണ്ട്.
ഉന്നതമായ പ്രതിഫലമുണ്ട്. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും ചീത്തയായ സ്വഭാവങ്ങളിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കുന്നതിന് സത്യത്തിൽ സബർ വേണം. നമുക്കറിയാമത്. ആ ക്ഷമ അള്ളാഹുവിൻ്റെ കാരുണ്യത്താലുള്ള സംരക്ഷണമാണ്, രക്ഷയാണ്, വിജയമാണ്. ആലോചിച്ചു നോക്കൂ, തെറ്റിലേക്ക് വീണുപോകാൻ സാധ്യതയുള്ള ഘട്ടത്തിൽ നമുക്ക് അള്ളാഹു സബർ നൽകിയത് കൊണ്ടല്ലേ നമ്മളിവിടെ പള്ളിയിലെത്തിയത്? നമുക്ക് വിജയം അങ്ങനെയല്ലേ കിട്ടിയത്? മൂന്നാമതായി അള്ളാഹു തആല അത് പറഞ്ഞു, വഅൻ തസ്ബിറു ഖൈറുൽ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. തിന്മകൾ ചെയ്യേണ്ടി വരുമ്പോ നിങ്ങൾ സബ്ർ കാണിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. മൂന്നാമതായി നാം ഓർക്കേണ്ടത് സഹോദരങ്ങളെ, പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴുള്ള സബറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹോദരിയുടെ അടുത്തുകൂടെ നടന്നുപോയി. ആ സഹോദരിയുടെ കുഞ്ഞ് അടുത്തയിടെയാണ് മരണപ്പെട്ടത്. വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് ആ സഹോദരി. ആ സഹോദരിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, നീ സബർ കാണിക്ക്, തഖ്വയുള്ളവളാക് എന്ന്. ആരാണെന്നറിയാതെ ആ സഹോദരി നബി തിരുമേനിയോട് പറഞ്ഞു, ഇന്നക ലം തുസബ് ബിമുസീബതി, എനിക്ക് വന്ന വിപത്ത് തനിക്ക് വന്നിട്ടില്ലല്ലോ, തനിക്കത് പറയാം എന്ന്. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് അങ്ങനല്ലേ. സബ്റിനെ കുറിച്ച് ആരെങ്കിലും നമ്മളെ ഉപദേശിച്ചാൽ നമ്മൾ പറയും, എനിക്ക് വന്നത് എനിക്ക് വരാത്തത് കൊണ്ടല്ലേ നീ അങ്ങനെ പറയുന്നത് എന്ന്. പിന്നീടാണ് ഈ സഹോദരി മനസ്സിലാക്കുന്നത്, ഞാൻ സംസാരിച്ചത് നബിയോടാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ നബിയുടെ അടുത്ത് ചെന്ന് എക്സ്ക്യൂസ് പറഞ്ഞു, നബിയെ എനിക്കറിയില്ലായിരുന്നു നിങ്ങളെന്ന്. ആ സന്ദർഭത്തിൽ ആ സഹോദരിയോട് തിരുമേനി പറഞ്ഞൊരു ഉപദേശമുണ്ട്, എൻ്റെയും നിങ്ങളുടെയും നെഞ്ചിൽ കൂട്ടിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഇന്നമസ്സബ്റു ഇൻദ സദമത്തിൽ ഊലാ, പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്ന ആദ്യഘട്ടത്തിലാണ് നിങ്ങൾക്ക് സബ്ർ ഉണ്ടാകേണ്ടത്. ആ സബ്റുണ്ടോ എന്നായിരിക്കും അള്ളാഹു പരിശോധിക്കുക എന്നർത്ഥം. സഹോദരങ്ങളെ, ഇപ്രകാരം സബ്റുള്ളവരായി മാറാൻ നമ്മളൊക്കെ ശ്രമിക്കുക. അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. സത്യവിശ്വാസികളെ, നാലാമതായി നാം ഓർക്കേണ്ടത് സബറിനെ കുറിച്ച് പറയുമ്പോൾ, സബറല്ലേ എല്ലാ നന്മയുടെയും നിധി. ആലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിതം, അല്ലേ? സബറുണ്ടെങ്കിലേ ഒരു വിദ്യാർത്ഥിക്ക് ഉന്നതമായ ക്വാളിഫിക്കേഷനിലേക്ക് എത്താൻ കഴിയും. സബറുണ്ടെങ്കിലേ ഉന്നതമായ ജ്ഞാനം കരസ്ഥമാക്കാൻ സാധിക്കൂ. മൂസ അലൈഹിസ്സലാമും ഖിദറും തമ്മിലുള്ള സംഭാഷണം നമ്മൾ ഇന്നും വായിച്ചില്ലേ? സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ. മൂസ അലൈഹിസ്സലാം ഖിദർ അലൈഹിസ്സലാമിനോട് പറഞ്ഞ വാചകമാണത്. പിടിച്ചു നിൽക്കാൻ, നിന്റെ വിജ്ഞാനം എനിക്ക് നേടാൻ, നിന്റെ കൂടെ നടക്കുമ്പോൾ സബറുള്ളവനായി എനിക്ക് അങ്ങയെ കാണാം എന്ന് ഖിദർ അലൈഹിസ്സലാമിനോട് മൂസ അലൈഹിസ്സലാം സംസാരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ ജോലിയും നമ്മുടെ അധ്വാനവും നമ്മുടെ ബിസിനസ്സും ഒക്കെ യഥാർത്ഥത്തിൽ കഠിനാധ്വാനത്തിൽ ക്ഷമ, സത്യത്തിൽ അത് ഒരു വ്യത്യസ്തമായ ഗുണമല്ലേ? നമ്മുടെ മുഴുവൻ എക്സലൻസിൻ്റെയും നമ്മുടെ മുഴുവൻ മികവിൻ്റെയും അടയാളം നമ്മൾ ആലോചിച്ചാൽ ക്ഷമയല്ലേ? മനുഷ്യത്വത്തിലും ഔദാര്യത്തിലും സബറുണ്ടാവുക ഇത് സൽഗുണമല്ലേ? നമുക്ക് പിടിച്ചു നിൽക്കാനാവുന്നത് അങ്ങനെയല്ലേ? അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അഞ്ചാമതായി പ്രിയപ്പെട്ടവരെ, ജീവിതം കുടുസാകുന്ന ഘട്ടത്തിൽ നമ്മളൊക്കെ പലപ്പോഴും ഏങ്ങിക്കരഞ്ഞിട്ടുണ്ടല്ലേ? രഹസ്യമായി പലപ്പോഴും നമ്മളൊക്കെ ഏങ്ങി കരഞ്ഞിട്ടുണ്ട്. ആ ഏങ്ങി കരച്ചിൽ യഥാർത്ഥത്തിൽ സബ്റല്ലേ? ആ സബ്റല്ലേ ഏറ്റവും പ്രധാനം? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, വഅലം അന്ന ഫിസ്സബ്രി അലാ മാ തക്റഹു ഖൈറൻ കസീറാ. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോടുള്ള ക്ഷമയിൽ അറിഞ്ഞുകൊള്ളുക, നിനക്ക് ധാരാളം നന്മയുണ്ട്.
വഅന്നൻ നസ്റ മഅസ്സബ്ർ, ജീവിതത്തിൽ വിജയമുണ്ടാവുക സബറിന്റെ കൂടെയാണ് എന്നത് നീ വിസ്മരിച്ചു പോകരുത്. വഅന്നൽ ഫറജ മഅൽ കർബ്, പ്രതിസന്ധികൾ വരുമെങ്കിൽ അതിന്റെ കൂടെ ആശ്വാസമുണ്ട് എന്ന് നീ വിസ്മരിച്ചു പോകരുത്. വഅന്ന മഅൽ ഉസ്രി യുസ്റാ, ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പമുണ്ടാകും കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ വിശ്വാസികൾ തമ്മിൽ പരസ്പരം ഉപദേശിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ? വതവാസൗ ബിസ്സബ്ർ, വതവാസൗ ബിസ്സബ്ർ, പരസ്പരം സബർ കൊണ്ട് ഉപദേശിക്കുന്നവരാകണം എന്ന്. സഹോദരങ്ങളെ, വിജയിക്കാനുള്ള ഏക മാർഗം അതാണ്. അതുകൊണ്ടാണ് സ്നേഹത്തോടുകൂടി അള്ളാഹു നമ്മളെ വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ആ സാബിറുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.